പത്തനംതിട്ട ജില്ലയിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളെക്കുറിച്ചും അവിടുത്തെ LBS അലോട്ട്മെൻറ്റ് സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്, MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി, MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, പോയനിൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി, പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിങ്ങനെ 11 കോളേജുകളിലായി ആകെ 596 സീറ്റുകളാണ് BSc നഴ്സിംഗിനായി പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതിൽ 298 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. ഇതിൽ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്, പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ്, തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ കോളേജുകളിലെ 20% സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ഈ കോളേജുകളിൽ നടന്ന സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷനുകളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുകൾ പരിശോധിക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടിയ കട്ട് ഓഫായി വന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിൽ 292.50 ഇൻഡെക്സ് മാർക്കാണ്. തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് അടുത്തത്. 284.17 ഇൻഡെക്സ് മാർക്കിലാണ് ഇവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 283.33, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് 278.33, MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി 279.16, MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട 277.50, പോയനിൽ കോളേജ് ഓഫ് നഴ്സിംഗ് 276.67, മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് 275, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് 270, ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് 259.17, അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് 250.84 എന്നീ നിലകളിലാണ് ഈ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ ഡേറ്റ അനുസരിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ലയാണ്. ഈ കോളേജിൽ കഴിഞ്ഞ വർഷം 37 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നിട്ടുള്ളത്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ 297.5 ഇൻഡെക്സ് മാർക്കിനും അവസാനിച്ചിരിക്കുന്നത് 292.5 ഇൻഡെക്സ് മാർക്കിനുമാണ്. മാത്രമല്ല ആദ്യ 4 അലോട്ട്മെൻറ്റുകൾക്കുള്ളിൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈഴവ, മുസ്ലിം, LC, SC കാറ്റഗറിയിലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നതും പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. അതുപോലെ ഇവിടെ 6 സീറ്റുകളിലേക്കാണ് മൈനോറിറ്റി സീറ്റിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മൈനോറിറ്റി സീറ്റിൽ അവസാനം വന്ന ഇൻഡെക്സ് മാർക്ക് 285 ആണ്. ഈ വർഷവും 295 ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്കായിരിക്കും ഇവിടെ കൂടുതലും അഡ്മിഷൻ നടക്കുക. എങ്കിലും 290 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ളവർക്ക് ഓപ്ഷൻ വയ്ക്കാവുന്ന കോളേജ് തന്നെയാണ് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല. 284.17 ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്ത തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്ന രണ്ടാമത്തെ കോളേജ്. ഇവിടെ 33 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അതിൽ 7 സീറ്റുകൾ മൈനോറിറ്റി സീറ്റുകളാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്ന ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക് 295.84 ആണ്. 285 മുകളിൽ തന്നെയാണ് മിക്കവാറും സ്റ്റേറ്റ് മെറിറ്റിലെ എല്ലാ അഡ്മിഷൻസും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 285 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ളവർക്കായിരിക്കും ഈ വർഷവും ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. ഇവിടെ മൈനോറിറ്റി സീറ്റിൽ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 277.49 ഇൻഡെക്സ് മാർക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ കൂടിയ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ അവസാനിച്ചിരിക്കുന്ന മൂന്നാമത്തെ കോളേജാണ് സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഈ കോളേജിൽ ആകെയുള്ള 60 സീറ്റുകളിൽ 30 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 292.5 ഇൻഡെക്സ് മാർക്കിനും 283.34 ഇൻഡെക്സ് മാർക്കിനും ഇടയിലാണ് ഈ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻസ് നടന്നിരിക്കുന്നത്. ഇവിടെ ആകെ ഒരു അഡ്മിഷൻ മാത്രമാണ് 285 ഇൻഡെക്സ് മാർക്കിൽ താഴെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 285 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാവും ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. മൈനോറിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് 6 കുട്ടികൾക്കാണ്. ഏറ്റവും അവസാന അഡ്മിഷൻ ലഭിച്ച ഇൻഡെക്സ് മാർക്ക് 273.33 ഇൻഡെക്സ് മാർക്കാണ്. അടുത്തത് MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി. ഇവിടെ ആകെയുള്ള 60 സീറ്റുകളിൽ 30 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 290.83, ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 279.16. കൂടുതൽ അഡ്മിഷനും നടന്നിട്ടുള്ളത് 280 ഇൻഡെക്സ് മാർക്കിൽ കൂടുതലുള്ള കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 280 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാവും ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ ആകെ 20 സീറ്റുകളിലേക്കാണ് കഴിഞ്ഞ വർഷം LBS വഴി അഡ്മിഷൻ നടന്നിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 285 ആണ്. 280 താഴെയാണ് ഇവിടെ കൂടുതൽ അഡ്മിഷൻസും നടന്നിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 278.33 ഇൻഡെക്സ് മാർക്കാണ്. മൈനോറിറ്റി കോട്ടയിൽ 4 അഡ്മിഷൻസാണ് നടന്നിട്ടുള്ളത്. മൈനോറിറ്റി കോട്ടയിലെ ലാസ്റ്റ് അഡ്മിഷൻ നടന്നിരിക്കുന്നത് 270 ഇൻഡെക്സ് മാർക്കിനാണ്.
പത്തനംതിട്ട ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 280-ൽ താഴെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്ന ഒരു കോളേജാണിത്. അടുത്തത് MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട. ഇവിടെ 30 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 277.5 ആണ്. ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് സ്കോറിൽ അഡ്മിഷൻ നടന്നത് 286.67 ഇൻഡെക്സ് മാർക്കിനാണ്. 280-ന് താഴെ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് ഓപ്ഷൻ കൊടുക്കാവുന്ന ഒരു കോളേജ് തന്നെയാണ് MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട. അടുത്തത് പൊയനയിൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ ആകെയുള്ള 40 സീറ്റുകളിൽ 20 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 284.17 ഇൻഡെക്സ് മാർക്ക് മുതലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നടന്ന അഡ്മിഷൻ 276.67 ഇൻഡെക്സ് മാർക്കാണ്. കൂടുതൽ അഡ്മിഷനും നടന്നിരിക്കുന്നത് 280-നും 275 ഇൻഡെക്സ് മാർക്കിനും ഇടയിലുള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 280 ഇൻഡെക്സ് മാർക്കിന് താഴെ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് ഇവിടെ അഡ്മിഷൻ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാം. 25 സീറ്റുകളിലേക്കാണ് LBS വഴി ഇവിടെ അഡ്മിഷൻ നടന്നത്. ഇതിൽ 5 സീറ്റുകൾ മൈനോറിറ്റി സീറ്റുകളാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്ന ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക് 288.34 ആണ്. ഏറ്റവും കുറഞ്ഞത് 275 ഇൻഡെക്സ് മാർക്കാണ്. 280-ന് താഴെ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു കോളേജ് തന്നെയാണ് മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ. മറ്റൊരു കോളേജ് ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ കഴിഞ്ഞ വർഷം LBS വഴി 20 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നത് 283.33 ഇൻഡെക്സ് മാർക്കിനാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ കൂടുതൽ അഡ്മിഷൻ നടന്നതും 280 ഇൻഡെക്സ് സ്കോറിന് മുകളിലാണ്. ലാസ്റ്റ് അഡ്മിഷൻ നടന്ന സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ 270 ആണ്. 6ാമത്തെ അലോട്ട്മെൻറ്റിലാണ് 275 ഇൻഡെക്സ് മാർക്കിൽ താഴെയുള്ളവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഈ വർഷം 275 ഇൻഡെക്സ് മാർക്കിൽ കുറവുള്ളവർക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കാം എങ്കിലും അത് സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്താകും നടക്കുക. ഏതായാലും 275 ഇൻഡെക്സ് മാർക്കിൽ താഴെയുള്ള കുട്ടികൾ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ഈ കോളേജ് തീർച്ചയായും ഉൾപ്പെടുത്തുക. മറ്റൊരു കോളേജ് ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ്. പത്തനംതിട്ട ജില്ലയിലെ BSc നഴ്സിംഗ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്ന കോളേജുകളിലൊന്നാണിത്. ഇവിടെ അഡ്മിഷൻ ആരംഭിച്ചത് തന്നെ 276.67 ഇൻഡെക്സ് മാർക്കിനാണ്. സ്റ്റേറ്റ് മെറിറ്റിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് 259.17 ഇൻഡെക്സ് മാർക്കിനാണ്. ഇവിടെ 12ാമത്തെ അലോട്ട്മെൻറ്റിൽ 268.33 ഇൻഡെക്സ് മാർക്കിനും 19ാമത്തെ അലോട്ട്മെൻറ്റിൽ 261.67 ഇൻഡെക്സ് മാർക്കിനും 17ാമത്തെ അലോട്ട്മെൻറ്റിൽ 259.17 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. ഇൻഡെക്സ് മാർക്കുകൾ കുറഞ്ഞ കുട്ടികൾ തീർച്ചയായും ഓപ്ഷൻ വയ്ക്കേണ്ട കോളേജാണ് ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ്. അടുത്തൊരു കോളേജാണ് അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ്. കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റിൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫായി വന്ന കോളേജാണ് അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ ആകെ 31 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നത്. സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻ ആരംഭിച്ചത് തന്നെ 279.17 ഇൻഡെക്സ് മാർക്കിനാണ്. അവസാനിച്ചത് 250.84 ഇൻഡെക്സ് മാർക്കിനും. കഴിഞ്ഞ വർഷം LBSലൂടെ BSc നഴ്സിംഗിന് വേണ്ടി നടന്ന അലോട്ട്മെൻറ്റുകളിൽ സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുകളിലൊന്നാണ് ഇത് പക്ഷേ നടന്നിരിക്കുന്നത് 26ാമത്തെ അലോട്ട്മെൻറ്റിലാണ്. എന്നാൽ ആദ്യ 10 അലോട്ട്മെൻറ്റുകളിൽ 270 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഇൻഡെക്സ് മാർക്ക് കുറവുള്ളവർ തീർച്ചയായും ഈ കോളേജ് ഓപ്ഷൻ വയ്ക്കേണ്ടതാണ്. കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 275 ഇൻഡെക്സ് മാർക്കിൽ കുറവുള്ള കുട്ടികൾ പത്തനംതിട്ട ജില്ലയിലെ അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ്, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ കോളേജുകൾ കൂടി പരിഗണിക്കുക. എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസകാലം ആശംസിച്ചുകൊണ്ട് നന്ദി.